ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റിവിഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റിവിഷനായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 മാർച്ചിൽ സിക്കിമിൽ നിന്ന് സോളമൻ ദ്വീപുകളിലേക്ക് കയറ്റുമതി ചെയ്ത GI ടാഗ് പദവി ലഭിച്ച മുളകിനം ഏതാണ്? ഡാലേ മുളകാണ്. 2025 മാർച്ചിൽ സിക്കിമിൽ നിന്ന് സോളമൻ ദ്വീപുകളിലേക്ക് കയറ്റുമതി ചെയ്ത GI ടാഗ് ലഭിച്ച മുളകിനമാണ് ഡാലേ മുളക്. വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ് ക്യാമ്പയിൻ പ്രതിജ്ഞ നിർബന്ധമാക്കിയ ആദ്യ സർവകലാശാല ഏതാണ്? കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കിയ സർവകലാശാല കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. 2025 വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. 2025 വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. 25,000 വർഷം പഴക്കമുള്ള മാമത്തുകളുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യം ഏതാണ്? ഓസ്ട്രിയയാണ്. 25,000 വർഷം പഴക്കമുള്ള മാമത്തുകളുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യം ഓസ്ട്രിയയാണ്. ഇലക്ട്രോണിക് മാലിന്യത്തിൽ അടങ്ങിയ പ്രധാന ധാതുക്കളെ വേർതിരിച്ചെടുക്കുന്ന സംവിധാനം ഏതാണ്? അർബൻ മൈനിങ് ആണ്. ഇലക്ട്രോണിക് മാലിന്യത്തിൽ അടങ്ങിയ പ്രധാന ധാതുക്കളെ വേർതിരിച്ചെടുക്കുന്ന സംവിധാനമാണ് അർബൻ മൈനിങ്. 2025 ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് വേദി എവിടെയാണ്? അമേരിക്കയിലാണ്. 2025 ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് വേദി അമേരിക്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ മേഖലയിൽ കണ്ടെത്തിയ പുതിയ ക്രിക്കറ്റ് തവള ഏതാണ്? മിനർവാരിയ കടി ബോറിയാലിസ് ആണ്. അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ മേഖലയിൽ കണ്ടെത്തിയ പുതിയ ക്രിക്കറ്റ് തവളയാണ് മിനർവാരിയ കടി ബോറിയാലിസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത് എവിടെയാണ്? കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടാണ്, ബംഗളൂരു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത് കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടാണ്, ബംഗളൂരു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ഇന്ത്യയിലെ ആദ്യ ഉരുക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ഇന്ത്യയിലെ ആദ്യ ഉരുക്കുപാലം നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ഏതാണ്? ബ്ലൂ ഗോസ്റ്റ് ആണ്. അപ്പൊ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറാണ് ബ്ലൂ ഗോസ്റ്റ്. ഈ നേട്ടം ആദ്യമായി സ്വന്തമാക്കിയ സ്വകാര്യ ലാൻഡർ ഏതാണ്? ഒഡീസിയസ് ആണ്. 2025 അവസാനത്തോടെ ഇന്ത്യയിൽ 20,000 ജനൌഷധി കേന്ദ്രങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ മാർച്ച് 1 മുതൽ 7 വരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിപാടിയാണ് ജൻ ഔഷധി സപ്താഹ്. 2025 വിടവാങ്ങിയ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഡോക്ടർ ഏതാണ്? ഡോക്ടർ ജോർജ് ബി എബ്രഹാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഇൻസ്പയർ ആണ്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ. പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് സ്പീഡ് വായിക്കുന്നത്. പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനം ആയതേതാണ്? കേരളമാണ്. 2025 മാർച്ചിൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ മഹാശിലാനിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? മലമ്പുഴയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൂനെയിൽ നടന്ന ദേശീയ അണ്ടർ-9 പെൺകുട്ടികളുടെ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായതാരാണ്? ദിവി ബിജേഷ് ആണ്. പൂനെയിൽ നടന്ന ദേശീയ അണ്ടർ-9 പെൺകുട്ടികളുടെ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായത് ദിവി ബിജേഷ് ആണ്. 124 വർഷത്തിനിടെ രാജ്യത്തെ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ട വർഷം ഏതാണ്? 2024 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഥമ കോക്കോ വേൾഡ് കപ്പ് ഭാഗ്യചിഹ്നങ്ങൾ തേജസ് ആൻഡ് താരയാണ്. പ്രഥമ കോക്കോ വേൾഡ് കപ്പ് ഭാഗ്യചിഹ്നങ്ങൾ തേജസ് ആൻഡ് താരയാണ്, വേദി ഡൽഹിയാണ്. പ്രഥമ കോക്കോ വേൾഡ് കപ്പ് ഭാഗ്യചിഹ്നം തേജസ് ആൻഡ് താരയാണ്, വേദി ഡൽഹിയാണ്. US-ന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരത്തിന് അർഹനായ ഫുട്ബോൾ താരമാരാണ്? ലയണൽ മെസ്സിയാണ്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസം ഏതാണ്? വരുണയാണ്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസമാണ് വരുണ. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതിക്ക് തുടക്കമിട്ടത് മലപ്പുറം ജില്ലാ ഭരണകൂടമാണ്. അപ്പം ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതിക്ക് തുടക്കമിട്ടത് മലപ്പുറം ജില്ലാ ഭരണകൂടമാണ്. ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് 8ാമത് എഡിഷന്റെ വേദി മസ്കറ്റ് ആണ്.
ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് 8ാമത് എഡിഷന്റെ വേദി മസ്കറ്റാണ്. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവാരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സമൂഹത്തിൽ വളരെയേറെ വിവേചനം നേരിടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെ ചേർത്ത് പിടിക്കുന്ന ദേവിക വാര്യരുടെ പുസ്തകം ഏതാണ്? ഡമരു ആണ്. ഡമരു. അപ്പോൾ സമൂഹത്തിൽ വളരെയേറെ വിവേചനം നേരിടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെ ചേർത്ത് പിടിക്കുന്ന ദേവിക വാര്യരുടെ പുസ്തകമാണ് ഡമരു. 2025 വനിതാ കബഡി വേൾഡ് കപ്പിന് വേദി ബീഹാറാണ്. 2025 വനിതാ കബഡി വേൾഡ് കപ്പിന് വേദി ബീഹാറാണ്. അപ്പം ഓക്കെ, താങ്ക് യു ഓൾ.